വക്രതുണ്ടമഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. യാതൊന്നു കാൺകിലും അമ്മേ നിൻ രൂപമായി, യാതൊന്നു കേൾക്കിലും അമ്മേ നിൻ നാമമായി, യാതൊന്നു ചെയ്കിലും അമ്മേ നിൻ പൂജയായി തീരുവാനെന്നെ അനുഗ്രഹിക്കണമേ. അഖില ഭുവനമും കാത്തിടും അംബികേ, ആനന്ദവല്ലിയേ, ആനന്ദവല്ലിയേ, அதிசயம் நிதம் நிதம் நிகழ்த்திடும் அன்னையே, அதிசயம் நிதம் நிதம் நிகழ்த்திடும் அன்னையே, ஆதிபராசக்தியே, ஆதி பராசக்தியே, ஆதி பராசக்தியே. शक्ति 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 महाकाली महाशक्ति महेश्वरी महाकाली महाशक्ति महेश्वरी महिषासुर मर्दिनी 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 மதியது தெளிவுற மனமது ஒளியுற அதிசய சுகமுற அருள் மழை பொழினார் மகாகாளி மகாசக்தி மகேஸ்வரி महिषासुर मर्दिनी मदिय
மதியது தெளிவுற மனமது ஒளியுற அதிசய சுகமுற அருள் மழை பொழிவாய் சரி மறி பனிசா பனிசரி சரி மறி நிச பனிசரி சாதி மறி சரி மறி சரி பப சரி பபரி மகாகாளி மகாசக்தி மகேஸ்வரி ஆக்கமாய் நிறைந்த சக்தியே என் ஊக்கமாய் உறைந்த சக்தியே நல்நோக்கமாய் வளர்ந்த சக்தியே தினம் காக்கவா கதூபவனவாசி ஆக்கமாய் நிறைந்த சக்தியே என் ஊக்கமாய் உறைந்த சக்தியே நல்நோக்கமாய் வளர்ந்த சக்தியே தினம் காக்கவா கதூபவனவாசி மதியது தெளிவுற மனமது ஒளியுற அதிசய சுகமுற அருள் மழை பொழிவாய் சரி மறி பனிசா பனிசரி சரி மறி நிச பனிசரி சாதி மறி சரி மறி சரி பப சாதி பவரி காளி மகாசக்தி மகேஸ்வரி കലികാലം മനുഷ്യ മനസ്സിൽ താണ്ഡവമാടുമ്പോൾ, മനുഷ്യർ നരിയായി സമൂഹത്തിൽ തേർവാഴ്ച നടത്തുമ്പോൾ, നേർവഴിക്ക് നടത്തേണ്ടവർ പെരുവഴി കാട്ടുമ്പോൾ, കലാകാരന്മാർ എന്നും തൻ്റെ കലയിലൂടെ സമൂഹത്തിന് പുതുവെളിച്ചമേകും. അങ്ങനെ ഒരു പുതുവെളിച്ചമേകാനായി ഈ എളിയ കലാകാരന്മാരും അനുഗ്രഹിക്കുക. തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് ഈ കലാസൃഷ്ടിയെ ആസ്വദിക്കുമെന്ന പ്രതീക്ഷയോടെ മാന്യ സദസ്സിനെ പ്രണമിച്ചുകൊണ്ട് സകലകല നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്നു പഞ്ചഭൂതം. അരുതുമർത്യ ഈ ക്രൂരത 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 ക്രൂരത. മുത്തശ്ശി മുത്തശ്ശി നിക്ക് മുത്തശ്ശി. എന്താ പിള്ളേരെ, മുത്തശ്ശിക്ക് പിടിപ്പത് പണിയുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരു കഥ പറഞ്ഞു താ മുത്തശ്ശി. പോയേ പിള്ളേരെ, ഓരുടെ ഒരു കഥ. മനുഷ്യന് പണിയൊക്കെ തീർത്തിട്ട് വേണം ഒന്ന് നടുനിവർത്താൻ. അപ്പോഴാ അവരുടെ ഒരു കഥ. എന്താ മുത്തശ്ശി, ഒരു കഥ പറഞ്ഞിട്ടാ. നല്ല മുത്തശ്ശിയല്ലേ, ഞങ്ങളുടെ പൊന്നു മുത്തശ്ശിയല്ലേ. ശരി ശരി, ഈ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ. ഒന്ന് അടങ്ങിയിരിക്ക, ഞാൻ പറഞ്ഞു തരാം. പറയാം പിള്ളേരെ. ഞാൻ ആദ്യം ഒന്നെവിടെയെങ്കിലും ഇരിക്കട്ടെ. ഏത് കഥയാ മുത്തശ്ശി, വേഗം പറയ്. ഞാൻ പറയാൻ പോകുന്ന കഥയാണ്. വേഗം പറ മുത്തശ്ശി. ഒന്നടങ്ങ് പിള്ളേരെ. കഥയുടെ പേരാണ് പഞ്ചഭൂതം. അയ്യോ, ഭൂതത്തിന്റെ കഥയോ? ഞങ്ങൾക്ക് പേടിയാ. വേറെ കഥ പറ മുത്തശ്ശി. പിള്ളേരെ, ഇത് ഭൂതത്തിന്റെ കഥയൊന്നുമല്ല. ആകാശം, ഭൂമി, അഗ്നി, വായു, ജലം എന്നിവയാണ് പഞ്ചഭൂതം. ഇത് അവരുടെ കഥയാ. എന്നാ തുടങ്ങിയാലോ നമുക്ക്? ആ മുത്തശ്ശി, എന്നാ വേഗം പറ, കേൾക്കാൻ ഞങ്ങൾക്ക് കൊതിയായി. അങ്ങനെയാണേ നമുക്ക് ആകാശത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതിനു മുമ്പ് മുത്തശ്ശി ഒരു കാര്യം പറയാം. മുത്തശ്ശിക്ക് ജാലവിദ്യയൊക്കെ അറിയാം. അതുകൊണ്ട്
കഥ പറയുമ്പോ നിങ്ങൾക്ക് പല പല കാഴ്ചകളും പിന്നെ നൃത്തവും ഒക്കെ കാണാൻ കഴിയും. എന്നാ പോകാം നമുക്ക് കഥയിലേക്ക്. പിന്നെ ഒരു കാര്യം, കഥയിൽ ചോദ്യമില്ല കേട്ടോ. ഹായ് ഹായ്, ഞങ്ങളും തയ്യാർ. മക്കളെ, അതാണ് ആകാശം. ഈ ആകാശത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ? അമ്പിളിമാമനെ കാണാം, സൂര്യനെ, നക്ഷത്രങ്ങളെ, കാർമേഘങ്ങളെ, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം അല്ലേ? മഴ തരുന്നതും ഇടിമിന്നലായി നമ്മളെ ഭയപ്പെടുത്തുന്നതും ഇതേ ആകാശമാണ്. ഈ ആകാശ വിസ്മയ കാഴ്ചകൾ കാണാൻ പോയാൽ മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. അങ്ങു കിഴക്ക് സൂര്യനുദിച്ചാൽ നേരം പുലരുമല്ലോ. മേലോട്ടു നോക്കിയാൽ അന്നേരം നല്ലൊരു സൂര്യനെ കാണാമല്ലോ, സൂര്യനെ കാണാമല്ലോ. മേഘങ്ങൾ ചിത്രം വരയ്ക്കുന്നൊരാകാശം കാണേണ്ട കാഴ്ചയല്ലേ? മഴമേഘം വന്നു കറുപ്പിച്ചൊരാകാശം കാണാനിരുട്ടുമല്ലേ? ഏഴുനിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം, ഏഴുനിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം. രാത്രിയിൽ നക്ഷത്രക്കൂട്ടമായി ചന്ദ്രൻ ചിരിക്കുന്ന നേരമായി. ചെറുതായി വലുതായി വട്ടത്തിൽ നീളത്തിൽ ചന്ദ്രനോ മാറി മാറി, ചന്ദ്രനോ മാറി മാറി. സൂര്യനും ചന്ദ്രനും നക്ഷത്രക്കൂട്ടവും മഴയും മഴമേഘവും മഴവില്ലു തെളിയുന്നൊരാകാശം. അങ്ങനെ കാഴ്ചകൾ എത്രയാണ്, കാഴ്ചകൾ എത്രയാണ്. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മതി മതി, ആകാശത്ത് പോയത്. ഇനി ഇങ്ങോട്ട് വാ മക്കളെ. വിശറിങ്ങെടുത്തേ, ഒന്ന് വീശിക്കേ. ആ മുത്തശ്ശി വീശി. എന്തേ മുത്തശ്ശിക്ക് ചൂടെടുക്കുന്നുണ്ടോ? കാറ്റുകൊള്ളാൻ?
അല്ല മക്കളെ, അടുത്ത് പറയാൻ പോകുന്ന കഥ ആരെക്കുറിച്ചാണെന്നറിയാമോ? ഇല്ലല്ലോ. അടുത്തത് പഞ്ചഭൂതങ്ങളിൽ രണ്ടാമൻ വായു, അതായത് നമ്മുടെ കൊടുങ്കാറ്റ്. കാറ്റോ? നല്ല രസ കാറ്റത്തിങ്ങനെ ഇരിക്കാൻ, ഒരു പ്രത്യേക സുഖ. എന്നാ കേട്ടോ, വായു ഒരു ദേവനാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവകേതു വായുവാണ്. കാരണം ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ എന്താ ചെയ്യ മക്കളെ, നമ്മൾ മനുഷ്യർ വാഹനത്തിൻ്റെ പുകയും പിന്നെ പ്ലാസ്റ്റിക് കത്തിച്ച് ആ വായുവിനെ മലിനമാക്കുന്നു. അപ്പോഴൊക്കെ വായു കൊടുങ്കാറ്റായി നമ്മളെ ഓർമ്മപ്പെടുത്തും. അക്കരെ നിന്നൊരു കിന്നാരപ്പാട്ടുമായി ഇക്കരെ വന്നൊരു പുന്നാരക്കാറ്റേ നീ. ചക്കരമാവിലെ തേനൂറും മാമ്പഴം മുത്തം നോക്കി ടിത്തിരി എണ്ണം താഴെ താ. കാടും മലയും കേറിയിറങ്ങി കാണും കാഴ്ചകളെല്ലാം നീ എന്നോടൊന്നും ചൊല്ലിത്തായ പൂങ്കാറ്റേ. അക്കരെ നിന്നൊരു കിന്നാരപ്പാട്ടുമായി ഇക്കരെ വന്നൊരു പുന്നാരക്കാറ്റേ നീ. പൂമ്പൊടിയേറ്റി പാറി നടന്ന് കായ്ഫലങ്ങൾ ഞങ്ങളിലൊന്നും കൊണ്ടുവാ. പൂമ്പൊടിയേറ്റി പാറി നടന്ന് കായ്ഫലങ്ങൾ ഞങ്ങളിലൊന്നും കൊണ്ടുവാ. നിന്നെപ്പോലെ കാണാതെ പാറി പാറി നടന്നിടാൻ ഉള്ളിനുള്ളിൽ എന്തോരം കൊതിയുണ്ടേ. നിന്നെപ്പോലെ കാണാതെ പാറി പാറി നടന്നിടാൻ ഉള്ളിനുള്ളിൽ എന്തോരം കൊതിയുണ്ടേ.
മുത്തശ്ശി, കാറ്റിനെ കുറിച്ച് പറഞ്ഞത് മതി. ഇനി ഞങ്ങൾക്ക് തീന്റെ കഥയാ കേൾക്കേണ്ടത്. പിള്ളേർ മുറത്തിൽ കയറി കൊത്തി തുടങ്ങി. ശരി ശരി, തീ, അതായത് അഗ്നി, അത് ഒരു ദേവനാണ്. അഗ്നിദേവൻ. നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനൊക്കെ നമ്മൾ തീ ഉപയോഗിക്കും. അതേപോലെ ആര് മരിച്ചാലും നമ്മൾ തീ ഉപയോഗിച്ചല്ലേ ദഹിപ്പിക്കുക. തീ ചിലപ്പോഴൊക്കെ കാട്ടുതീയായും നമ്മളെ ഭയപ്പെടുത്തും. അതാണ് അഗ്നി. അഗ്നിയെക്കുറിച്ചത് കേട്ടത് മാത്രം മതിയോ? കണ്ണുകൊണ്ട് അനുഭവിച്ചറിയാൻ മുത്തശ്ശി പറയുന്ന ഈ മന്ത്രം ചൊല്ല്. എന്താ ആ മന്ത്രം? ഓം ക്രീം സ്വാഹ. കുട്ടികളെ ചൊല്ല്. ഓം ക്രീം സ്വാഹ. ഹായ്, എത്ര കുട്ടികളാ? ഇതെന്ത് മാജിക്കാ മുത്തശ്ശി? അതൊക്കെ ഒരു സൂത്രമല്ലേ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. യജ്ഞവേദിയിൽ അരണി കടഞ്ഞുണരുന്നൊരഗ്നി, തരിയായുണർന്നു തീ പൊരിയായി വളർന്നൊടുവിൽ ഒരു തൊഴുകരം പോലെ ഉയരുന്നൊരഗ്നി. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം, ഹോതാരം രത്നധാതമം. ചൊരഗ്നി, ഉമയിൽ പ്രേമം വിരിച്ചൊരഗ്നി. കാമനയെരിച്ചൊരഗ്നി, ഉമയിൽ പ്രേമം വിരിച്ചൊരഗ്നി. മൈഥിലിയെ മാറ്റി മായാസീതയെ മറുകുല തിലകന നൽകിയൊരഗ്നി. നെഞ്ചിലെ ചൂടിനാൽ പണ്ടൊരു കുലവധു ഒരു പുറമെരിച്ചൊരഗ്നി. യജ്ഞവീതം കരം നീട്ടി വാങ്ങുന്ന ദേവമുഖമാകുമഗ്നി. കാമനയെരിച്ചൊരഗ്നി, ഉമയിൽ പ്രേമം വിരിച്ചൊരഗ്നി. ത്തിനൊപ്പം മണ്ഡപത്തിൽ എഴുതിരിനാളമായി നീ തെളിയുന്നു. സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ.
സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ മംഗളവാദ്യത്തിനൊപ്പം മണ്ഡപത്തിൽ എഴുതിരിനാളമായി നീ തെളിയുന്നു ഉദരത്തിൽ കാണുന്ന ജഠരാഗ്നിയാവുന്നു ചരാതിന്റെ ഹൃദയത്തിൽ സ്നേഹാഗ്നിയാകുന്നു കവി ഹൃദയങ്ങളിൽ അക്ഷരമാകുന്നു ഊർജമായി സൂര്യനിൽ കുടികൊണ്ടിരിക്കുന്നു അജ്ഞാനത്തിമിരം നിറയും ഹൃദയത്തിൽ ജ്ഞാനാഗ്നിയായി ഗുരു തിരി തെളിയിക്കുന്നു കർമ്മത്തിനും ഉപനയനത്തിനും വേലിക്കും സാക്ഷിയാകുന്നു ഒടുവിൽ പട്ടടയിൽ ഒരു കനൽ വിരിപ്പായി നീ ദേഹത്തെ ശുദ്ധീകരിക്കുന്നു ദേഹിയെ മുക്തനാക്കുന്നു പരസ്പരം വിദ്വേഷമഗ്നിയായി വളരുന്നു ചുറ്റും പിഞ്ചുഹൃദയങ്ങളിൽ പോലും പരസ്പരം വിദ്വേഷമഗ്നിയായി വളരുന്നു ചുറ്റും ജാതി മതവർഗ രാഷ്ട്രീയ വൈരങ്ങളിൽ ശുദ്ധിയില്ലാതെ അഗ്നി അലയുന്നു അഗ്നിസാക്ഷിയായി വേട്ട പെണ്ണിനെയും ദുരതൻ അഗ്നിയിലെറിയുന്നു മത്യൻ നെറികെട്ട മത്യന്റെ ദുര കണ്ടു സൂര്യനാ താരന്റെ മിഴി ചുവക്കുന്നു സൂര്യന്റെ കത്തുന്ന നേത്രങ്ങളിൽ നിന്നും ഉതിരുന്നൊരഗ്നിരോഷാഗ്നി കൊടുവേനലിന്റെ തീനാവെന്ന പോലെയത് ഭൂമിയെ കാർന്നു തിന്നുന്നു പശിയോടെ അലറുന്നു പകയോടെ അലയുന്നു കലിപൂണ്ട പാവക നിന്നും ചോര കൊതിപൂണ്ട പാവക നിന്നും ചോര കൊതിപൂണ്ട കുട്ടികളെ എനിക്ക് സ്വപ്നം കണ്ടത് മതി. എന്ത് രസാ മുത്തശ്ശി കഥ കേൾക്കാനും കാണാനും. ആണോ? എന്നാ നമുക്ക് പഞ്ചഭൂതത്തിലെ അടുത്ത ആളെ പരിചയപ്പെട്ടാലോ? ആ ഞങ്ങൾക്കും കൊതിയാവുന്നു. എനിക്കും തോന്നി. അടുത്ത ആളാണ് ജലം, ജലദേവത. നമ്മുടെയൊക്കെ ജീവജലം, ദാഹജലം. നമ്മുടെ ദാഹം മാറ്റുന്നു. ഭക്ഷണത്തിനും നമ്മളെ ശുദ്ധിയാക്കാനും ഒക്കെ ജലം വേണം. എന്നാലോ എല്ലാ ചപ്പുചവറുമൊക്കെ ആറ്റിലേക്കും പുഴയിലേക്കും വലിച്ചെറിഞ്ഞു നമ്മൾ ജലാശയത്തെ മലിനമാക്കും. അതിന്റെ ഭവിഷ്യത്തെ അനുഭവിച്ചറിയുക തന്നെ.
ജലം ജലം ജീവജലം. അരുവിയായി പുഴകളായി സാഗര സംഗമമായി ഭൂമി ഒഴുകുമീ തിരുജടജലം. ജഡജലവാഹികൾ കന്യകകൾ ജലകന്യകകൾ. രൂപമേന്തിയാൽ രൂപിണികൾ ഗന്ധമേകിയാൽ ഗന്ധകികൾ. സലില സുന്ദരികൾ ഞങ്ങൾ ഗഗന നന്ദിനികൾ. ഞങ്ങൾ ജീവസ്പന്ദന ജലകന്യകൾ. കഥകൾ പുതുതലമുറകൾ ഇനിയും മരിക്കാത്ത ഭൂമി നിൻ ആസന്ന വൃതിയിൽ നിനക്കാത്മശാന്തി. താളം മൃതിതാളം മഹാമരുവി നിന്നു മരണതാളം. മഴുമുനകളാൾ നിറങ്ങുന്ന നേരം കരുവില്ല കണലില്ല. വസുതയുടെ മാറിൽ മർത്യന്റെ ക്രൂരമ മരണ നൃത്തം. പ്രണയിനി ഭൂമി തൻ ദുരവസ്ഥയിൽ നൊന്തു കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നും വിവർഷിച്ചു രോഷമുണരുന്നു. അതിൽ നൊന്തു നീറും ചരാചരങ്ങൾ. സർഗലയ താളങ്ങൾ തെറ്റുന്നു ഇവിടെ. ജീവരഥ ചക്രങ്ങൾ ആടിയുലയുന്നു. മനുഷ്യന്റെ കൈകളാൽ തടുത്തൊര ജലമിന്നു അണക്കെട്ടുകൾ പൊട്ടി ഒഴുകുന്നു. പ്രതികാരത്തിൽ പ്രതിഷേധത്തിൽ പൊലിയുന്നതോ എത്ര ജീവിതങ്ങൾ. കൺമുന്നിൽ പൊന്നുണ്ണി കൈവിട്ടു പോകുമ്പോ അമ്മതൻ കണ്ണുകൾ എങ്ങും നിറയുന്നു നിലവിളികൾ. സങ്കട കണ്ണുനീര ജലത്തിലലിയുന്നു. കൊടിയ വേനൽ മാത്രമാണീ കാലം. അതിലാഴ്ന്നു തിളയ്ക്കും നീ ലോകം. കുടിനീരിനു നൊന്തു കരഞ്ഞു മിഴിനീരു വരണ്ടവർ നമ്മൾ. ജലനിധിതൻ അടിവേരറുത്തു നീക്കുമ്പോ ഓർത്തുക മർത്യ നിനക്കു ജന്മം നൽകിയതീ ജലം. അറിയുക അനുഭവിക്കുക അതിദൂരമല്ലാത്ത കാലം. പിന്തുവരണ്ടൊരു കാലം ഭൂമി തൻ മരണകാലം. ജലമൊരു നിധിയായി മാറട്ടെ. ഓരോ ജലകടികയും അമൂല്യമാം സമ്പത്തായി മാറട്ടെ. ജലം ജലജലം ജലം ജീവജലം. എന്ത് രസാ ജലത്തിന്റെ കഥ കേൾക്കാൻ. അടുത്തതും കൂടെ പറ മുത്തശ്ശി. ശരി ശരി പൊന്നേ പറയാം. അടുത്തത് നിങ്ങളുടെ മാതാവിന്റെ കഥയാണ്. ഞങ്ങളുടെ മാതാവോ? അതെ, നിങ്ങളുടെ മാതാവ് തന്നെ, ഭൂമിദേവി. എല്ലാവരുടെയും ജന്മവും മരണവും ഉണ്ണാനും ഒടുക്കാനും നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരുന്ന ഭൂമിദേവി അമ്മ തന്നെയാണ്. മക്കളെ, നമ്മളെല്ലാവരുടെയും അമ്മ. ഓം തത്സവിതുർവരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്.
സൂര്യഗോളം ജ്വലിച്ചു തിളച്ചുരുൾ പോലെ പൊട്ടി തെറിച്ചായതിലൊരു ഖണ്ഡമാ വീണു തണുത്തുറഞ്ഞായതു ഭൂമിയായി ഗോളമായി ഈ വിശ്വപ്രകൃതിയായി. അമ്മേ വിശ്വപ്രകൃതി, അമ്മേ നിത്യസുഹൃതി, അമ്മേ ഹരിതഗാത്രി, അമ്മേ ജീവപരിപാലിനി, അമ്മേ വിശ്വപ്രകൃതി. ഹരിത കേരളം ഹൃദയപൂവനം, പ്രകൃതീശ്വരിയുടെ പുണ്യവരദാനം. നമുക്കു പാർക്കാനമ്മ നൽകിയ കമനീയ ദൈവരാജ്യ സ്വർഗ കേരളം. സഖ്യസാനുക്കളും സമതല ദേശവും സാഗരവും കായൽ തീരങ്ങളും അരുവികൾ പൂവനികകൾ എല്ലാം നമുക്കു നൽകി കാത്തിടും നമ്മ. വസന്തകാലം വരവായി, വിശ്വസന്ധികൾ വരവായി, ശരത്കാലം വരവായി, ഹേമന്തം വരവായി. ഋതുചക്രത്തേരിൽ ജനനി കണി കാണാനെത്തി മക്കളെ, ആനന്ദം പരമാനന്ദം നാടെങ്ങുമേ. കൃഷിഭൂമി പൊന്നു വിളയും കാലം വന്നേ, പാടമുഴുതേ വിത്തെറിഞ്ഞേ ഞാറും നടുന്നേ. പുഞ്ചക്കതിരുകൾ കൊയ്യാനായി കൊയ്ത്തരിവാളേന്തി മണ്ണിന്റെ മക്കൾ വരുന്നേ ദിന്താരത്തെയോ, മണ്ണിന്റെ മക്കൾ വരുന്നേ ദിന്താരത്തെയോ. ആ പാടമുഴുതെടുത്തേ വിത്തെറിഞ്ഞ് ഞാറുനടിൽ നടന്നേ, പാടമുഴുതെടുത്തേ വിത്തെറിഞ്ഞ് ഞാറുനടിൽ നടന്നേ. ആ പുഞ്ചക്കതിർ വിളഞ്ഞേ കൊയ്ത്തുകാല പാട്ടും കതിൽ നിറഞ്ഞേ, ആ പുഞ്ചക്കതിർ വിളഞ്ഞേ കൊയ്ത്തുകാല പാട്ടും കതിൽ നിറഞ്ഞേ. തിന്തിമി തിന്തിമി തോന്തകതേ തിന്തിമി തിന്തിമി തോ, തിന്തിമി തിന്തിമി തോന്തകതേ തിന്തിമി തിന്തിമി തോ. പലതും കരളിൽ വിരിഞ്ഞേ ഉത്സവകാലമിതാ. മംഗളവാർ മുറ്റത്തെങ്ങൊത്തുകൂടി മംഗളപ്പൂത്തിരുവാതിരയായി താളത്തിൽ കൊട്ടി ചുവടുകൾ മേളത്തിൽ വെച്ചു കുമ്മിയടിച്ചാതിര പൂത്തിരുവാതിര നാളിൽ ആനന്ദ നൃത്തങ്ങളാടിയാടി പദഗീതങ്ങൾ ചുണ്ടിലോ പാടിപ്പാടി. കാലവും കറുത്ത പണവും കാപട്യവും കാർന്നു തിന്നുവാൻ വന്നു ഈ വിശ്വപ്രകൃതിയെ, അമ്മയെ. ചോരയും നീരും ഊറ്റി വികൃതമുഖമാക്കി വിൽക്കുന്നു കാട്ടാളന്മാർ. കലികാലമേ കഷ്ടം. അമ്മേ വിശ്വപ്രകൃതി, അമ്മേ നിത്യസുഹൃതി,
അമ്മേ ഹരിതഗാത്രി, അമ്മേ ജീവപരിപാലിനി, അമ്മേ വിശ്വപ്രകൃതി. കഥ കഴിഞ്ഞോ മുത്തശ്ശി? ഇല്ല മക്കളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അത് പറയേ. നമ്മൾ നമ്മുടെ ഭൂമിയെയും ആകാശത്തെയും ജലത്തെയും ഒക്കെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കുകയില്ല. സന്തോഷമായി മക്കളെ. ഞാൻ പറഞ്ഞതിന്റെ സാരം എല്ലാവർക്കും മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ മുത്തശ്ശി, പല ജാലവിദ്യയും ഒക്കെ കാണിച്ചു ഞങ്ങൾക്ക് നൃത്തം കാട്ടിത്തന്നു. അതെങ്ങനെ? ശരിക്കും മുത്തശ്ശി ആരാ? മുത്തശ്ശി, നിങ്ങളുടെ എല്ലാമായ മുത്തശ്ശി. ഹേയ് അല്ല, ഞങ്ങളുടെ മുത്തശ്ശിക്ക് ജാലവിദ്യ ഒന്നും അറിയില്ല. പറ. കണ്ണുകൾ അടയ്ക്കൂ. ഞാൻ പറയുമ്പോ മാത്രം കണ്ണു തുറക്കുക. വേഗം. കണ്ണടച്ചാൽ കൂരാകൂരിട്ടാ. കണ്ണു തുറക്കൂ. ഞാൻ ശക്തി, ഞാൻ തന്നെയാണ് പ്രകൃതി. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നത് ഞാൻ തന്നെ. എന്നിൽ തന്നെയാണ് നിങ്ങൾ എല്ലാവരും. പഞ്ചഭൂതമായ ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം എന്റെ തന്നെ ഭാഗമാണ്. ഹേ മനുഷ്യ, നീയും പഞ്ചഭൂത നിർമ്മിതമാണ്. ആ പഞ്ചഭൂതത്തെ നിന്റെ സ്വാർത്ഥ ലാഭത്തിനായും സൗകര്യങ്ങൾക്ക് വേണ്ടിയും ഹനിക്കുമ്പോൾ ഞാൻ സഹികെട്ടി തിരിച്ചടിക്കേണ്ടി വരുന്നു. പ്രളയമായും ഉരുൾപൊട്ടലായും കൊറോണയായും നിപ്പയായും അതേപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ സാക്ഷ്യം വഹിച്ചതല്ലേ നിങ്ങൾ? ഇനിയും വേണോ ഈ ക്രൂരത? ഇതെന്താ എല്ലാവരും മയക്കത്തിൽ? എഴുന്നേൽക്ക് മക്കളെ, എല്ലാവർക്കും ഇതെന്ത് പറ്റി? മുത്തശ്ശി മുത്തശ്ശി, എന്തൊക്കെയാ ഇവിടെ നടന്നേ? ഒരു പുസ്തകം വായിച്ചതേ ഓർമ്മയുള്ളൂ, ഒക്കെ ഒരു സ്വപ്നം പോലെ. മുത്തശ്ശിയുടെ വേഷത്തിൽ ഒരു ദേവി വന്നു, കുറേ കുട്ടികൾ, പഞ്ചഭൂതത്തിന്റെ കഥ. പക്ഷെ നല്ല രസമായിരുന്നു. ആണോ? ഏത് പുസ്തകമാ വായിച്ചേ? ഓ, ഭൂതം. ഈ പുസ്തകമാണോ കുട്ടികളെ? നിങ്ങൾക്കിത് വായിച്ചപ്പോ എന്ത് മനസ്സിലായി? പുസ്തകം വായിക്കുമ്പോ നമുക്ക് ഒരു സിനിമ പോലെ കാണാനും പുതിയ പുതിയ അറിവ് നേടാനും പറ്റും അല്ലേ? അതിന് നമ്മൾ പുസ്തകം വായന ശീലമാക്കണം. ഇതേപോലുള്ള വായനശാലകളും നാട്ടിൽ നിലകൊള്ളണം. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും.
തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിന്നിവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വലഞ്ഞു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ. കാറ്റുപോലും വീർപ്പടക്കി കാത്തുനിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? പഞ്ചഭൂതമാം പ്രകൃതിയെ ഹനിക്കുമ്പോഴെല്ലാം സമൂഹത്തിനൊരു നേർക്കാഴ്ചയായി അവർ വരും. സകലകല നൃത്തവിദ്യാലയം. കലാകാരികളെ പരിചയപ്പെടുത്തുന്നു. മുത്തശ്ശി രമ്യ സുനീഷ്. കുട്ടികൾ അധീന സുനീഷ്, ആദിയ സുധീഷ്, അന്വയ ശശി, അനാമിക ശശി. നർത്തകിമാർ ദേവനന്ദ ബിജു, ആത്മിക ദിനേശൻ, ആര്യനന്ദ രാജൻ, ഹീര സന്തോഷ്, ലക്ഷ്മി തന്മയ അജിത് കുമാർ, ശിഖ സുരേഷ് ബാബു, ശിവദ നിമേഷ്, മിത്ര ഷിബു, സാൻവരിയ ശരത്, ദിയ രാകേഷ്, വേദിക ബിജിത്ത്, കൃഷ്ണഭദ്ര കുഞ്ഞികൃഷ്ണൻ, വേദ സജീവൻ, ദേവനന്ദന പ്രവീൺ, നിവേദിത പ്രതീഷ്, ആൻവിയ അനീഷ്, ഋതുനന്ദ ബാബു, വേദിക ബൈജു, ബിൽവ ശ്രീജിത്ത്, തൻവി വിജേഷ്, ദേവസ്വര രജീഷ്, ഇതൾ പല്ലവി പ്രജേഷ്, അന്വയ അനീഷ്, നേതിക ഹരീഷ്, ജാൻവി സജിലേഷ്, ഹനഫ ആശിഷ റാഹി.